സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാന്റെ യഥാർത്ഥ വലിയ ആയുധത്തെ തൊടാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോഴും ട്രംപ്. തങ്ങളുടെ സുവർണ ആയുധത്തെ സംരക്ഷിക്കാനുള്ള രണ്ടും കൽപ്പിച്ചുള്ള നീക്കങ്ങളാണ് ഇറാൻ നടത്തുന്നത്. അതായത് ഹോർമൂസ് കടലിടുക്ക് എന്ന ഇറാന്റെ വജ്രായുധം തന്നെയാണ് ഒരിക്കൽ കൂടി വിഷയം. ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ഹോർമൂസിൽ ഇറാന് ശക്തി നൽകുന്ന സൈനിക കേന്ദ്രങ്ങൾ തകർക്കാൻ ലക്ഷ്യമിട്ടാണ് അമേരിക്ക വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ നടത്തുന്നത്. അമേരിക്ക കഴിഞ്ഞ 2 ദിവസമായി ആക്രമണം നടത്തിയതും ഹോർമൂസുമായി ബന്ധമുള്ള സ്ഥലങ്ങളിലാണ്. അത് ഇപ്പോൾ കാണുന്ന മാപ്പ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതെല്ലാം നേരത്തെ തന്നെ അമേരിക്ക ആക്രമിച്ച് തകർത്തുവെന്ന് അവർ തന്നെ അവകാശപ്പെട്ട സ്ഥലങ്ങളുമാണ്. പക്ഷേ ഇറാന്റെ ഹോർമൂസിലെ മേധാവിത്വത്തെ അമേരിക്കയ്ക്ക് തൊടാൻ പറ്റിയിട്ടില്ല. ഇതിന്റെ ജാള്യതയിലാണ് ട്രംപ്. പുതിയ സംഘർഷത്തോടെ ഹോർമൂസ് വീണ്ടും ഏറെക്കുറെ തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. ഹോർമൂസിന് സമീപം 20 പടക്കപ്പലിട്ട് ശക്തി പ്രകടനം നടത്തുകയാണ് അമേരിക്ക. അപ്പോഴും ഹോർമൂസ് കടക്കാൻ അമേരിക്ക ശ്രമിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. അങ്ങോട്ട് കയറിയാൽ ഒരൊറ്റ കപ്പലും തിരിച്ചു പോകില്ല എന്നാണ് ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഖാസിം ഗരീബാബാദിയുടെ ഭീഷണി. അലി ഖൊമൈനിയുടെ ഖബറടക്കം നടക്കുന്ന ഘട്ടത്തിൽ പോലും ഹോർമൂസിലെ പരമാധികാരം സംരക്ഷിക്കാൻ രംഗത്തിറങ്ങി ഇറാൻ നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. മറ്റെന്തിനേക്കാൾ ഹോർമൂസ് പ്രധാനപ്പെട്ടതാണ് എന്ന സന്ദേശം. പുതിയ സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ രണ്ടിടത്തും സാഹചര്യത്തിൽ മാറ്റമുണ്ട് എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. അലി ഖമനയുടെ ഖബറടക്കവുമായി ബന്ധപ്പെട്ട് കടുത്ത അമേരിക്കൻ വിരുദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഇറാൻ ജനത. ട്രംപിനോട് പ്രതികാരം ചെയ്യണമെന്നാണ് ജനങ്ങളുടെ മുദ്രാവാക്യം. ഇത് ഇറാൻ ഭരണകൂടത്തിന് നൽകുന്ന ശക്തി ചെറുതല്ല. മറുവശത്ത് ഇറാനെതിരായ സൈനിക നടപടി ചില നാറ്റോ രാജ്യങ്ങൾ ഇനി പിന്തുണയ്ക്കുമെന്നാണ് ട്രംപിന്റെ പ്രതീക്ഷ. ഇറാന്റെ ഹോർമൂസ് കരുത്ത് എത്രത്തോളം എന്നത് ഉൾപ്പെടെയുള്ള ഇറാനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. യുദ്ധം തുടങ്ങിയപ്പോൾ അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ അജണ്ടയിൽ ഒരിടത്തും ഹോർമൂസ് എന്ന വാക്ക് പോലും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ഇറാന്റെ ആണവ പദ്ധതികളും മിസൈൽ ശക്തിയുമായിരുന്നു. ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ ഇങ്ങനെയൊരു ആയുധത്തിന്റെ ശക്തിയെയും അത് ഇറാൻ പ്രയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ചും തീർത്തും അജ്ഞരായിരുന്നു ട്രംപും നെതന്യാഹുവും എന്ന് തന്നെ ഇപ്പോൾ പറയേണ്ടി വരും. ഇറാൻ ഹോർമൂസ് പൂട്ടിയതോടെ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിപ്പോയി അമേരിക്ക. ഹോർമൂസ് മേഖലയിലെ ഇറാന്റെ സൈനിക ശക്തിയുടെ ആഴം തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഇറാൻ അവിടെ മേധാവിത്വം പൂർണ്ണമാക്കിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം ട്രംപും കൂട്ടരും ഹോർമൂസ് പിടിക്കാൻ എന്തെല്ലാം ഓപ്പറേഷനുകളാണ് നടത്തിയത് എന്ന് ഒന്ന് ഓർത്തു നോക്കൂ. അതെല്ലാം പരാജയപ്പെട്ടില്ലേ? ഇനി എന്തൊക്കെ ഓപ്പറേഷനുകളാണ് അമേരിക്ക ഹോർമൂസ് പിടിക്കാൻ നടത്തിയത് എന്നത് വളരെ ചുരുക്കി പരിശോധിക്കാം. അപ്പോഴാണ് ഹോർമൂസിൽ ഇറാൻ എത്രത്തോളം കരുത്തരാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. യുദ്ധം തുടങ്ങിയ ശേഷം മാർച്ച് 2 തീർത്തും അപ്രതീക്ഷിതമായി ഇറാൻ ഹോർമൂസ് കടലിടുക്ക് ആദ്യമായി അടച്ചുപൂട്ടി. ഇതോടെയാണ് അമേരിക്കയ്ക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപകടം മണത്തത്. അങ്ങനെ മാർച്ച് 19 അമേരിക്ക ഓപ്പറേഷൻ ഏരിയൽ ക്യാമ്പയിൻ നടത്തിയത്. ഹോർമൂസ് തീരത്തെ ഇറാന്റെ നാവിക ബലത്തെയും റഡാറുകളെയും തകർക്കാൻ അമേരിക്കൻ വ്യോമസേന വലിയ തോതിൽ ബോംബിംഗ് ആണ് നടത്തിയത്. പക്ഷേ ഇറാന്റെ ചെറിയ ബോട്ടുകളെയും ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങളെയും നശിപ്പിക്കാൻ അമേരിക്കയ്ക്ക് അന്ന് കഴിഞ്ഞില്ല. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാൻ കപ്പലുകൾ തടയുന്നത് പുനരാരംഭിച്ചു. അതേ സ്ഥലങ്ങൾ, അതായത് അന്ന് ആക്രമിച്ച അതേ സ്ഥലങ്ങൾ തന്നെയാണ് ഇപ്പോഴും അമേരിക്ക ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. മാത്രമല്ല അന്ന് വ്യാപകമായി കപ്പൽ പാതയിൽ മൈനുകളും മറ്റും വിതറി ഇറാൻ തിരിച്ചടിച്ചു. ഇതോടെ അമേരിക്ക ചർച്ചയുടെ വഴിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയി. ഏപ്രിൽ 7 താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നു. അതിന് പിന്നാലെ ഏപ്രിൽ 11, 12 തീയതികളിൽ പാകിസ്ഥാനിൽ വെച്ച് JD വാൻസും മുഹമ്മദ് ബാക്കർ കാലിബാഫും നേരിട്ട് ചർച്ച നടത്തി. 1979 ഇറാൻ വിപ്ലവത്തിന് ശേഷം ഇരു രാജ്യങ്ങളിലെയും ഇത്രയും ഉന്നതരായ നേതാക്കൾ തമ്മിൽ നടത്തുന്ന ആദ്യത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു ഇത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ചർച്ച നടക്കുന്ന സമയത്ത് അമേരിക്ക ഒരു കുടില ബുദ്ധി കൂടി കാണിച്ചു. ഹോർമൂസിൽ ഇറാൻ നിക്ഷേപിച്ച കടൽ മൈനുകൾ നീക്കം ചെയ്യാൻ 2 വമ്പൻ ഡിസ്ട്രോയർ യുദ്ധക്കപ്പലുകൾ അയച്ചു. കടലിടുക്ക് തങ്ങൾ ക്ലിയർ ചെയ്യുകയാണ് എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ചർച്ച നടക്കുന്നത് കൊണ്ട് ഇറാൻ ഒന്നും ചെയ്യില്ല എന്നാണ് ട്രംപ് വിചാരിച്ചത്. പക്ഷേ മിസൈൽ അയച്ചും സ്പീഡ് ബോട്ടുകൾ അയച്ചും ഇറാൻ പ്രത്യാക്രമണ ഭീഷണി ഉയർത്തി. ഇതോടെ നിവർത്തിയില്ലാതെ അമേരിക്കയുടെ ഡിസ്ട്രോയർ കപ്പലുകൾക്ക് പിൻവാങ്ങേണ്ടി വന്നു. ചർച്ചകൾ പരാജയപ്പെട്ടതോടെ പിന്നീട് അമേരിക്ക ഇറാന്റെ തുറമുഖങ്ങൾ ഉപരോധിക്കാൻ തുടങ്ങി. പക്ഷേ അപ്പോഴും ഹോർമൂസ് വഴി പല രീതിയിൽ ഇറാൻ തങ്ങളുടെ തുറമുഖത്തേക്ക് കപ്പൽ എത്തിച്ചു, എണ്ണ വിതരണം ചെയ്തു, എണ്ണ വിറ്റു, വലിയ രീതിയിൽ എണ്ണ വിറ്റു എന്ന് പിന്നീട് പുറത്തു വന്ന രേഖകൾ തെളിയിച്ചു. ഉപരോധം കൊണ്ട് പ്രതീക്ഷിച്ച ഫലം കാണുന്നില്ല എന്ന് മനസ്സിലാക്കി അമേരിക്ക അടുത്ത തന്ത്രം പയറ്റി. ഓപ്പറേഷൻ പ്രോജക്റ്റ് ഫ്രീഡം പ്രഖ്യാപിച്ചു. ഹോർമൂസിൽ കുടുങ്ങിക്കിടക്കുന്ന UAE ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുടെ എണ്ണക്കപ്പലുകളെ അമേരിക്കൻ നാവികസേനയുടെ കാവലിൽ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ ട്രംപ് ഉത്തരവിട്ടു.
എന്നാൽ അമേരിക്കൻ നാവികസേനയുടെ കാവൽ ഭേദിച്ച് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ UAEയുടെ എണ്ണക്കപ്പലുകൾക്ക് തീപിടിക്കുകയും ഫുജേറയിലെ എണ്ണ സംഭരണ കേന്ദ്രം തകരുകയും ചെയ്തു. മാത്രമല്ല അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ നേരിട്ട് ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്തു. ഇതോടെ UAE പ്രോജക്റ്റ് ഫ്രീഡത്തിൽ നിന്ന് പിന്മാറി പദ്ധതി ഉപേക്ഷിച്ചു. പക്ഷേ അപ്പോഴും അമേരിക്ക നാവിക ഉപരോധം പേരിന് തുടർന്നു. അതേസമയം ഇറാൻ ഹോർമൂസിൽ ചുങ്കം ഏർപ്പെടുത്തുകയും ഇറാൻ പറയുന്ന കപ്പലുകൾ മാത്രം ഹോർമൂസ് കടക്കുകയും ചെയ്തു. ഇതിനിടയ്ക്ക് ഇറാൻ നിർദ്ദേശം അനുസരിച്ചു പോയ കപ്പലിനെ അമേരിക്ക ആക്രമിച്ചതിനെ തുടർന്ന് 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടത് അമേരിക്കയ്ക്കെതിരെ വലിയ വിമർശനം ഉയർത്തുകയും ചെയ്തു. അതോടെ പിന്നീട് അത്തരം നീക്കങ്ങളിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങി. ഏറ്റവും ഒടുവിൽ ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷമാണ് അമേരിക്ക ഹോർമൂസിൽ ഇറാന്റെ ആധിപത്യം തകർക്കാൻ വീണ്ടും നീക്കം നടത്തിയത്. ഒമാനെ സമ്മർദ്ദപ്പെടുത്തി ഒമാൻ തീരത്തോട് ചേർന്ന് സുരക്ഷിതമായ ഇടനാഴി തുറന്നു. ഒമാനുമായുള്ള ബന്ധം കാരണം ഇറാൻ അതുവഴിയുള്ള കപ്പലിനെ ആക്രമിക്കില്ല എന്നായിരുന്നു അമേരിക്ക വിലയിരുത്തിയത്. പക്ഷേ അവിടെയും ഇറാൻ കടുത്ത നീക്കമാണ് നടത്തിയത്. ആ ഇടനാഴി വഴി പോയ ആദ്യ കപ്പലിനെ തന്നെ ഇറാൻ ആക്രമിച്ചു. ഏറ്റവും ഒടുവിൽ ഖത്തറിന്റെയും സൗദിയുടെയും കപ്പലിനെയും ആക്രമിച്ചു. അങ്ങനെ 4 കപ്പലുകളെ ആ വഴി പോയ 4 കപ്പലുകളെ ആകെ ഇറാൻ ആക്രമിച്ചു. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഹോർമൂസിലെ ഇറാന്റെ കരുത്തിനെ ഒരു രീതിയിലും കുറയ്ക്കാൻ അമേരിക്കയുടെ ഇത്രയും നാളത്തെ ഒരു സൈനിക നടപടികൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഹോർമൂസിന് അടുത്തുള്ള ബന്ദർ അബ്ബാസിലും സിരിക്കിലും ജാസ്കിലും തുടർച്ചയായി അമേരിക്ക ബോംബിടുന്നത് ഹോർമൂസ് തടയാനുള്ള ഇറാന്റെ കരുത്ത് കുറയ്ക്കാൻ വേണ്ടിയാണ്. അവിടെയാണ് ഇറാന്റെ സ്പീഡ് ബോട്ട് കേന്ദ്രവും മിസൈൽ ഡ്രോൺ ലോഞ്ചിങ് കേന്ദ്രവും എന്നാണ് അമേരിക്ക ഇപ്പോഴും വിലയിരുത്തുന്നത്. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും ഇറാൻ വീണ്ടും ഹോർമൂസിൽ ആഞ്ഞടിക്കുകയാണ്, കപ്പലുകൾ തടയുകയാണ്, കപ്പലുകൾക്കെതിരെ ആക്രമണം നടത്തുകയാണ്. അമേരിക്കയുടെ കോടികൾ വില വരുന്ന ഡ്രോണുകളും 2 ഹെലികോപ്റ്ററുകളും ഇറാൻ ഹോർമൂസ് മേഖലയിൽ അടിച്ചിട്ടു എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം. അതായത് ഹോർമൂസിലെ ഇറാന്റെ സുരക്ഷാ രഹസ്യം ഇതുവരെ കണ്ടുപിടിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയുമില്ല എന്ന് തന്നെയാണ് പല യുദ്ധ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. കാരണം അത്രത്തോളം മിസൈൽ കോട്ടയാണ് ഹോർമൂസ് എന്ന ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ ആയുധം എന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത്. ഹോർമൂസിലുള്ള ഭൂഗർഭ അറകളും തീരത്തുള്ള തുരങ്കങ്ങളും ഇറാൻ മിസൈലുകളും സ്പീഡ് ബോട്ടുകളും ഡ്രോണുകളും കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അത് കണ്ടെത്തി നശിപ്പിക്കുക ഒരിക്കലും എളുപ്പമുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇറാന്റെ സൈനിക ശക്തി എല്ലാം തകർത്തു എന്നും 90 ഇടത്തും 85 ഇടത്തും ആക്രമിച്ചു എന്നുമൊക്കെ അമേരിക്ക അവകാശപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നാണ് നയതന്ത്ര വിദഗ്ധർ, യുദ്ധ വിദഗ്ധർ, സൈനിക വിദഗ്ധർ ഇവരെല്ലാം പറയുന്നത്. ഹോർമൂസിന്റെ നിയന്ത്രണം ഇറാന്റെ കയ്യിൽ ഉള്ളിടത്തോളം അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് അമേരിക്കൻ അനുകൂല യുദ്ധ വിദഗ്ധർ പോലും പറയുന്നത്. എന്നാൽ എങ്ങനെ ഹോർമൂസ് പിടിക്കുമെന്ന ചോദ്യത്തിന് ഇവരുടെ കയ്യിൽ പോലും ഉത്തരവുമില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. അതാണ് ഹോർമൂസിലെ ഇറാൻ കരുത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ട്രംപ് നാറ്റോ രാജ്യങ്ങളിൽ വീണ്ടും പ്രതീക്ഷ വെക്കുന്ന കാര്യത്തിലേക്ക് വന്നാൽ, നാറ്റോ രാജ്യങ്ങൾ ഒപ്പമുണ്ട് എങ്കിൽ ഹോർമൂസ് പിടിക്കാം എന്നാണ് ഇപ്പോഴും ട്രംപിന്റെ മനസ്സിലിരിപ്പ്. അതുകൊണ്ട് തന്നെ ഇറാനെതിരെ ഇപ്പോഴത്തെ സൈനിക നീക്കങ്ങളുടെ പ്രഖ്യാപനം തുർക്കിയിലെ നാറ്റോ സമ്മേളന വേദിയിൽ വെച്ച് ട്രംപ് നടത്തുകയായിരുന്നു. അത് മനഃപൂർവ്വമാണ്. നാറ്റോ സഖ്യകക്ഷികളുടെ വിശ്വാസ്യത പരിശോധിക്കാനും അവരെ സമ്മർദ്ദത്തിലാക്കാനും താൻ മനഃപൂർവ്വം നടത്തിയ ഒരു നീക്കമായിരുന്നു ഇതെന്ന് ട്രംപ് തന്നെ പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു. ഇറാനെതിരായ തന്റെ നീക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ച നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെ തന്നെ രംഗത്ത് വന്നത് ട്രംപിന്റെ ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ട്. ഫ്രാൻസും കപ്പലുകളെ ആക്രമിച്ച ഇറാന്റെ നടപടി തെറ്റായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കും അങ്ങനെ ഒരു നിലപാടിലേക്ക് ഇമ്മാനുവൽ മാക്രോൺ എത്തിയതുമില്ല. അതായത് ഭൂരിപക്ഷം നാറ്റോ രാജ്യങ്ങൾക്കും ഇറാനെതിരായ വിഷയത്തിൽ ട്രംപിനൊപ്പം നിൽക്കാൻ മനസ്സില്ല. ട്രംപിനെ വീണ്ടും ഞെട്ടിച്ച് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോനി ഇക്കാര്യം സമ്മേളനത്തിൽ തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചു. ഇറാനെ ആക്രമിക്കാൻ തങ്ങളില്ല, മാത്രമല്ല ആർക്കു മുന്നിലും തല കുനിക്കില്ല എന്ന് ട്രംപിനെ ഉദ്ദേശിച്ച് അവർ പറയുകയും ചെയ്തു. സ്പെയിനും നേരത്തെ പോലെ തന്നെ പരസ്യമായ നിലപാട് ഇക്കാര്യത്തിൽ പ്രഖ്യാപിച്ചു. ഇതോടെ സ്പെയിനിനെതിരെ പുതിയ പ്രതികാര നടപടി തുടങ്ങിയിരിക്കുകയാണ് ട്രംപ്. വ്യാപാര ബന്ധങ്ങൾ പൂർണ്ണമായി വിച്ഛേദിക്കാനാണ് ട്രംപിന്റെ പുതിയ നീക്കം. ഇറാൻ വിഷയത്തിൽ തനിക്കൊപ്പം നിൽക്കാത്ത രാജ്യങ്ങൾക്ക് കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്ന സന്ദേശം മറ്റ് രാജ്യങ്ങൾക്ക് നൽകാൻ കൂടി വേണ്ടിയാണ് ട്രംപ് സ്പെയിനിനെ തെരഞ്ഞുപിടിച്ച് അവർക്കെതിരെ കടുത്ത നടപടി പ്രഖ്യാപിച്ചത്. പക്ഷേ അത് ഫലത്തെക്കാൾ ദോഷം ചെയ്യുമെന്നുള്ള വിലയിരുത്തലാണ് വരുന്നത്. സ്പെയിനെതിരായ ട്രംപിന്റെ നീക്കം മറ്റ് നാറ്റോ രാജ്യങ്ങളെ കടുത്ത അതൃപ്തിയിലാക്കിയിട്ടുണ്ട് എന്നാണ് സൂചന. മാത്രമല്ല ഗ്രീൻലാൻഡ് വിഷയം ഇടയ്ക്കിടയ്ക്ക് ട്രംപ് പറയുന്നത് ഇപ്പോൾ നാറ്റോ സമ്മേളന വേദിയിലും ട്രംപ് ഉന്നയിച്ചത് മറ്റ് നാറ്റോ രാജ്യങ്ങളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഹോർമൂസ് പിടിക്കാൻ നാറ്റോ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി ഒപ്പം കൊണ്ടുവരാനുള്ള ട്രംപിന്റെ നീക്കം തുടക്കത്തിൽ തന്നെ പൊളിഞ്ഞു എന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത്. പക്ഷേ ട്രംപ് പ്രതീക്ഷ കൈവിടുന്നില്ല എന്നതാണ് വിലയിരുത്തൽ.
എന്തായാലും പരസ്പരമുള്ള സൈനിക ആക്രമണങ്ങൾക്കപ്പുറം ഹോർമൂസ് തന്നെയാണ് യഥാർത്ഥ വിഷയം. ഹോർമൂസിൽ ഇനി കപ്പലിനെ ആക്രമിച്ചാൽ ഇറാനെതിരെ ഇതിനേക്കാൾ കൂടുതൽ വലിയ ആക്രമണം ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ ഭീഷണി. പക്ഷേ ഇറാന്റെ ഹോർമൂസിലെ ആക്രമണങ്ങളെ തടയാൻ ട്രംപിന് ഇത്തരം ഭീഷണി കൊണ്ടൊന്നും കഴിയില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. അതുതന്നെയാണ് ട്രംപിന് മുന്നിലെ ഇപ്പോഴത്തെയും പ്രഹേളിക. ഇറാന്റെ ഹോർമൂസ് കുരുക്കിൽ തട്ടി വീണ്ടും വീണ്ടും വീഴുന്ന ട്രംപിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയം ഇറാന്റെ ചർച്ചാതന്ത്രങ്ങൾക്ക് മുന്നിൽ ട്രംപും കൂട്ടരും വിയർക്കുകയും ചെയ്യുന്നു. അതായത് ഹോർമൂസിന്റെ നിയന്ത്രണം പിടിക്കാതെ അമേരിക്കയ്ക്ക് ഇറാനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന കൺക്ലൂഷനിലേക്ക്, എന്ന നിഗമനത്തിലേക്ക്, അല്ലെങ്കിൽ എന്ന ഒരു ചുരുക്കെഴുത്തിലേക്കാണ് യുദ്ധവിദഗ്ധരും പ്രതിരോധ രംഗത്തെ വിദഗ്ധരും ഇപ്പോൾ എത്തുന്നത്. പക്ഷേ ഹോർമൂസ് എങ്ങനെ പിടിക്കും എന്നത് ഇപ്പോഴും ഉത്തരമില്ല ചോദ്യവുമാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു സിമ്പിളി ഇൻ ഡെപ്ത് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.